السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف المخلوقين وعلى آله وصحبه أجمعين أما بعد. പ്രിയമുള്ളവരെ, എനിക്ക് ഇന്ന് കിട്ടിയ വിഷയം എന്നുള്ളത് അറിവിനെ കുറിച്ചാണ്. മനുഷ്യരെതിരാക്കുന്ന ഏറ്റവും വലിയ കാര്യമാണ് അറിവ്. അറിവുള്ളവർ സമൂഹത്തിൽ എന്നെന്നും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുന്നു. പരിശുദ്ധമായ ഖുർആൻ ചോദിക്കുന്നുണ്ട്, അറിവുള്ളവനും അറിവില്ലാത്തവനും തുല്യരാണോ? ഏത് കാര്യത്തെ കുറിച്ചാണെങ്കിലും അറിവുണ്ടായിരിക്കുക എന്നത് വലിയ കാര്യം തന്നെയാണ്. ആദം നബി അലൈഹി സ്വലാമിനെ സൃഷ്ടിച്ച അല്ലാഹു തആല അവർക്ക് സർവ്വവസ്തുക്കളുടെ പേരുകൾ പഠിപ്പിച്ചു കൊടുത്തു. ഇസ്ലാമിന്റെ പ്രബോധനമായുള്ള പണ്ഡിതന്മാർ നല്ല അറിവുള്ളവരായിരുന്നു. അറിവിന് മഹത്വമേറെയാണ്. ഒരു പണ്ഡിതനും ഒരു സാധാരണക്കാരും യാത്ര പോകുന്നു എന്ന് വിചാരിക്കുക. വഴിയിൽ പണ്ഡിതന്റെ കൈ പിടിക്കാനും വിശേഷങ്ങൾ അറിയാനും ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷേ സാധാരണക്കാരനെ ആരും പരിഗണിക്കുകയില്ല. ഒരു പണ്ഡിതൻ മരിച്ചാൽ ആ പണ്ഡിതനെ കുറിച്ച് പറയാൻ ധാരാളം ആളുകൾ ഉണ്ടാകും. പക്ഷെ ഒരു സാധാരണക്കാരൻ മരിച്ചാൽ ആ സാധാരണക്കാരൻ എല്ലാവരും മറന്നു പോകും. എന്തെങ്കിലും എങ്ങനെ പഠിച്ചത് കൊണ്ട് അറിവുണ്ടായിരിക്കണമെന്നില്ല. അറിവ് ചില മഹത്വങ്ങൾ പാലിക്കേണ്ടതുണ്ട്. കാര്യഗൗരവത്തോടെ പഠിക്കുക, അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ബഹുമാനിക്കുക, പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുക, ഇവയെല്ലാം മുഖ്യമാണ്. ഇത്തരത്തിലുള്ള അറിവിന് മാത്രമേ സ്ഥാനം ലഭിക്കുള്ളൂ. പ്രിയമുള്ളവരെ, ഞാനൊരു കാലം ഓർത്ത് അവസാനിപ്പിക്കാം. നാം ഒക്കെ കുട്ടികളാണ്. പഠിച്ചു വളരേണ്ട കാലമാണിപ്പോൾ. നമ്മളിൽ അവസരം ധാരാളം ഉണ്ടായിട്ട് നാം അത് ഉപയോഗിക്കപ്പെടുന്നില്ല. പലരും ആർക്കോ വേണ്ടി പഠിക്കുകയാണ്. ഉമ്മ വഴക്ക് പറയുമോ, ഉസ്താദ് കണ്ണുരുട്ടുമോ എന്നൊക്കെ പേടിച്ചാണ് നമ്മളിൽ പലരും പഠിക്കുന്നത്. ഇതുകൊണ്ട് നമുക്കൊരിക്കലും പുരോഗതി ഉണ്ടാവില്ല. മാത്രമല്ല, നമ്മെ ആരാധിക്കപ്പെടുകയുമില്ല. ആദ്യനാൽ നാം അറിവിന്റെ മഹത്വം ഉൾക്കൊള്ളണമെന്നും നല്ല അറിവുള്ളവരായി തീരണമെന്നും അഭ്യർത്ഥിച്ച് ഞാൻ നിർത്തുന്നു. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.